Focus. Presented by West London, Rockies Academic Zone, Alhambra, Russell Khema. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Success is not final. Failure is not fatal. It is the courage to continue that counts. നമസ്കാരം. ഗൾഫ് ഫോക്കസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പരീക്ഷയെ പേടിയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അപ്പോൾ എങ്ങനെയാണ് പരീക്ഷയെ പേടിക്കാതെ കുട്ടികൾക്ക് എക്സാമിനേഷനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇതിപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്ത് പറയുന്നതാണ് നല്ലത്. ഞാൻ MA എക്കണോമിക്സ് പാസ്സായതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. റാങ്കെല്ലാം മേടിച്ചാൽ പാസ്സായത്. റാങ്കൊന്നും അല്ല വിഷയം. ഞാനൊരു സാധാരണ കുട്ടിയായിട്ടാണ് ഞാൻ MA എക്കണോമിക്സിന് എത്തുന്നത്. ശ്രീനാരായണ കോളേജ്, കൊല്ലം. പക്ഷേ എൻ്റെ പഠനത്തിൽ യഥാർത്ഥ മാറ്റമുണ്ടാക്കി തന്നത് ശ്രീനാരായണ കോളേജിലെ മഹത്തായ എൻ്റെ പ്രൊഫസർ ഭാസ്കരൻ സാറാണ്. ഭാസ്കരൻ സാർ ഇല്ലായിരുന്നു എങ്കിൽ ഞാനൊന്നും ആവത്തില്ലായിരുന്നു പഠനത്തിൽ. ഭാസ്കരൻ സാർ എന്നെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഒരിക്കലും പഠിപ്പിച്ചില്ല. ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുമ്പോൾ, ഭാസ്കരൻ സാറിൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ് തീരുന്നവരെ എണീറ്റ് മുമ്പാണ് എൻ്റെ പണി. എല്ലാം കഴിഞ്ഞിട്ട് ഭാസ്കരൻ സാർ എന്നോട് പറയും, എടോ തനിക്ക് ആനയുടെ കണ്ണറിയാം, ചെവി അറിയാം, തുമ്പിക്കൈ അറിയാം, തനിക്ക് ആനയെ അറിയത്തില്ല. ഇതാണ് പലപ്പോഴും പരീക്ഷകളിൽ കുട്ടിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം. ആനയെ അറിയുക. ആനയെ അറിഞ്ഞാൽ മാത്രം പോരാ, ആനയും ആനയുടെ തുമ്പിക്കൈയും കണ്ണും കാലും ആനയും അറിയണം, ആന നിൽക്കുന്ന സ്ഥലവും അറിയണം, ആന ജനിച്ച കുടുംബവും അറിയണം, ആനിമൽ കിങ്ഡവും അറിയണം. കംപ്ലീറ്റ് ഒരു മാക്രോ പിക്ചറും മൈക്രോ പിക്ചറും, ഇത് രണ്ടും ഒരു കുട്ടിയുടെ വലിയ ആവശ്യമാണ്. ഒന്ന്, ഒരു വിശാലമായ പിക്ചർ. നമുക്കിപ്പോഴും തോന്നും ആ വിശാലമായ പിക്ചർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 100 മിസ്റ്റേക്കുകൾ കാണിക്കുന്നത്. നമ്മൾ ഒരു കാര്യത്തെ മാത്രം കാണും, എടുത്ത് ചാടും, പിന്നെ കയ്യും കാലുമൊക്കെ ഒടിയുമ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ഒന്നുകൂടെ നോക്കിയിരുന്നെങ്കിൽ അവിടെ എല്ലാം ഉണ്ടായിരുന്നു, ഞാൻ കാണാതെ പോയി. അപ്പോൾ ഒന്നിനോട് 4 വശവും നിൽക്കുന്ന 360 ഡിഗ്രിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാത്തിനെയും അറിയണം. അല്ലാതെ ഒരെണ്ണത്തിനെ കണ്ട് മാത്രം പഠിക്കാൻ പറ്റത്തില്ല. എന്നാൽ എല്ലാത്തിനെയും കാണുമ്പോൾ ഈ ഒന്നിനെയും കാണാൻ പഠിക്കണം. അതാണ് മൈക്രോ മാക്രോ അനാലിസിസ്, കണക്ഷൻ ആൻഡ് 360 ഡിഗ്രി ആംഗിൾ ഓഫ് തിങ്കിങ്. ഇതാണ് ആദ്യത്തെ ആവശ്യം. അത് കുട്ടികളോട് ഇങ്ങനെയൊന്നും പറയരുത്. കുട്ടികളെ ചോദ്യം ചെയ്ത് കണക്ട് ചെയ്ത് വിട്ടാൽ മതി, അവരെത്തിക്കോളും. അവർ ഒരു ദിവസം ആനയെ പറഞ്ഞാൽ ആനിമൽ കിങ്ഡം തന്നെ പറയും. പക്ഷേ അതിലേക്കുള്ള ഒരു മാർഗദർശനം കൊടുക്കണം. പിന്നെ രണ്ടാമത്തത്, ആധുനിക ടെക്നോളജി അറിഞ്ഞേ പറ്റും. ഈ ടെക്നോളജി ഇതിൻ്റെ കൂടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മെഷീൻ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു യഥാർത്ഥ ജീവിതത്തിൽ, കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ഉപയോഗിക്കുന്നു, അതിലുപരി ഈ പ്രകൃതി എങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നത് എല്ലാത്തിനെയും, ഇതും ഒരു മൈക്രോ സ്റ്റഡിയുടെ കൂടെ അറിയണം കുട്ടി. അപ്പോൾ ഇത്രയും വിശാലമാണ് ഒരു കുട്ടി പഠിക്കാനുള്ളത്. അത് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ജീവിത സാഹചര്യങ്ങൾ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടേ, കോണ്ടെക്സ്റ്റേ നമ്മളെ മനസ്സിൽ നിൽക്കത്തുള്ളൂ, കോണ്ടെക്സ്റ്റ് വഴിയേ നമുക്കിത് കണക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇനി കുട്ടിക്ക് വേറൊരു ചലഞ്ച് കൂടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ലാംഗ്വേജ്. ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മൈന്യൂട്ടസ്റ്റ് ആയിട്ട് അറിയണം, മാക്രോ ആയിട്ട് ഹോളിസ്റ്റിക് ആയിട്ട് അറിയണം,
എല്ലാ സ്കില്ലും കയ്യിലുണ്ടാവണം. 360 ഡിഗ്രിയിൽ ഈ ഒരു വിഷയം, ഈ ഒരു സാഹചര്യം ഏതിനോടൊക്കെ കണക്ട് ചെയ്യുന്നറിയണം. ലാസ്റ്റിലെ ലാംഗ്വേജ് വേണം. 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എത്ര സ്പീഡിൽ വായിച്ചാൽ ഇത് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റും? ഒരു പക്ഷേ 30 സെക്കൻഡേ കിട്ടുള്ളൂ. 10 സെക്കൻഡ് ആലോചിക്കാൻ, 40, ബാക്കി ഉള്ള സമയം എത്ര വെച്ചാൽ അതുകൊണ്ട് ഇത് ആൻസർ ചെയ്ത് പോകണം. അവിടെയാണ് ഈ കുട്ടികളെല്ലാം പരാജയപ്പെടുന്നത്. അതുകൊണ്ട് ലാംഗ്വേജ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പബ്ലിക് എക്സാം ആയാലും കൊള്ളാം, IAS എക്സാം ആയാലും കൊള്ളാം, എൻട്രൻസ് എക്സാം ആയാലും കൊള്ളാം, ക്ലാസ് പരീക്ഷ ആയാലും കൊള്ളാം. ഈ ഇംഗ്ലീഷ് കറക്റ്റ് വായിച്ച് പഠിച്ചിട്ട് എവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കണം എന്നുള്ളത് പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള ലാംഗ്വേജ് സ്കിൽ കുട്ടിക്ക് ഉണ്ടായേ പറ്റൂ. അതിനുണ്ടാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഒന്ന് വായനാശീലം വരണം. വായനാശീലം ഇല്ലാതെ ഒരു ലാംഗ്വേജ് സ്കില്ലും കിട്ടില്ല, ഒരു ക്ലാസ്സിലും കിട്ടില്ല, ഒരു അധ്യാപനം തരാൻ പറ്റില്ല. കുട്ടി അന്വേഷിച്ച് പിടിച്ച് വായിച്ച് അവസാനം അവനറിയാം എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്. കൃത്യമായി മനസ്സിലാക്കുക. ആ ചോദ്യത്തിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് മനസ്സിൽ കാണുക. ആ സിറ്റുവേഷനിൽ ഈ തത്വം എങ്ങനെ അപ്ലൈ ചെയ്യുന്നറിയുക, ഈ തത്വം മറ്റ് തത്വങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നറിയുക, മറ്റ് ജീവിത സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നറിയുക, ഏതൊക്കെ ടെക്നോളജി ഇവിടെ വരുന്നറിയുക. ഈ രീതിയിലാണ് കുട്ടി പഠിച്ചിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാമൊന്നും വേണ്ട, അവനവിടെ എത്തിക്കോളും. എൻട്രൻസിന് പ്രത്യേകം കോച്ച് ചെയ്യുന്ന അധ്യാപകർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ജീവിത സാഹചര്യങ്ങളെ തത്വങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഹോളിസ്റ്റിക് പിക്ചർ ഉണ്ടാക്കി കൊടുത്തിട്ട് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കും. ഇത്രയുമുണ്ട്. ഒരു മനധൈര്യം കൂടെ കയ്യിൽ, കോൺഫിഡൻസും ഉണ്ടെങ്കിൽ എൻട്രൻസ് 1ാമത്തെ പരീക്ഷയെ പാസ്സായില്ലെങ്കിൽ 2ാമത്തെ പരീക്ഷയെ പാസ്സായിക്കൊള്ളും. എന്ന് മാത്രമല്ല, ഈ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പരീക്ഷയും ഇയർ എൻഡ് പരീക്ഷയും എൻട്രൻസ് പരീക്ഷയും ഒന്നുമല്ല കാണാനുള്ളത്. ഈ ജീവിതം മൊത്തം പരീക്ഷയാണ്. നമ്മളൊരു കാരിയറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊക്കെ ഓരോ കാരിയറിലാണ്, എന്നും പരീക്ഷ നടക്കുക. അറിയാൻ മേലാഞ്ഞിട്ടാ. എന്നും പരീക്ഷ നടക്കുന്നു, എന്നും അസസ്മെൻ്റ് നടക്കുന്നു, എന്നും വിധി എഴുതുന്നു. ഏതൊരു കാര്യത്തിന് നിന്നാലും റിട്ടൺ എക്സാമിനേഷൻ അല്ല, പരീക്ഷണമാണ്. ഈവൻ വീട്ടിലെ ജീവിതം പോലും ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷകളിലെല്ലാം തന്നെ മനസാന്നിധ്യത്തോടു കൂടി എല്ലാ തത്വങ്ങളെയും കണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് തത്വങ്ങളെ മോഡിഫൈ ചെയ്ത് 360 ഡിഗ്രിയിൽ കാര്യങ്ങളെ കണ്ട് സശ്രദ്ധം പഠിച്ച് ഒരു ഓൺ ദ സ്പോട്ട് നമുക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വരണ്ടു പോകും. ആ വരൾച്ച അങ്ങോട്ട് മാറ്റി ഓൺ ദ സ്പോട്ടിൽ സമാധാനമായിട്ട് നിന്ന്, എന്നോട് ചോദിച്ചാൽ ഞാൻ ഫോളോ ചെയ്യുന്നൊരു രീതിയുണ്ട്. ക്രിട്ടിക്കൽ മിനിറ്റ്സ് കയറി വരുമ്പം ഞാൻ തന്നെ സ്വയം പറയും, ബി പീസ്ഫുൾ, സമാധാനമായിട്ട് നിൽക്കൂ. ചാടി നമ്മളെ ക്രിക്കറ്റ് ചിലപ്പോൾ കളിക്കുന്നതാണ്, ചാടി അടിക്കും കുറ്റിയും പോവും. അതല്ല, ബി വെയിറ്റ്, കാര്യങ്ങൾ വരട്ടെ. പക്ഷേ ഒരിക്കൽ കാര്യങ്ങളിങ്ങ് എത്തിക്കഴിയുമ്പോൾ അപ്പോൾ ക്യുക്കായിട്ട് ആക്ട് ചെയ്യാനുള്ളൊരു കഴിവ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം സാധ്യമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. കുട്ടികളായിട്ട് പഠിക്കാൻ അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യബോധം, ആ ലക്ഷ്യബോധവും അവരും ഒന്നായിട്ട് നിൽക്കണം. ഇത്രയൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് ഏത് പരീക്ഷയും എഴുതാം. നമ്മൾ രക്ഷകർത്താക്കളുടെ വെപ്രാളമാണ് പലപ്പോഴും കുട്ടികൾക്ക് പ്രശ്നം. കുട്ടിയായിട്ട് വിട്ടാൽ മതി, ലക്ഷ്യബോധം കൊടുത്ത് വിട്ടാൽ മതി. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഏത് കുട്ടിക്കും ലക്ഷ്യബോധവും അവന് ഒന്നായി തീർന്നു പോകും. അവനെ ആർക്കും തന്നെ ഒരു പരീക്ഷയിലും പരാജയപ്പെടുത്താൻ പറ്റില്ല. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. This is Steffi signing off from Athena Educations. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി, ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഫൈൻ ക്വാളിറ്റി.
Hello and welcome to another segment with Aras Medical Devices Exclusive. As we continue with our journey of exploring more medical devices, today we will learn more about different kinds of cylinders and the color coding. Good evening to all. My name is K.C. Babu from Aras Medical Devices Equipment Co. LLC, Director of Aras Medical Group. Today we are going to cover the medical and laboratory gas cylinders and its use. Clearly we have to make a clear definition to each and every gases to be delivering through the cylinders. Why we are up to talking today is the cylinder management. Cylinder is every corner there is a cylinders. Cylinder which is getting through for medical applications or laboratory applications or normal or a domestic purpose. But there are big difference in color code is there, also that connection is there, all the different connections, all different gases, different colors. Therefore, we have to be careful while we are using the cylinders. One, we have to go through the what is the color of the cylinder. When you are talking about the cylinder, there is a color code which is giving different standards. Why I am putting this standard about the cylinders means we have an international standard is there. There is an American standard is there, British standard is there, European standard is there. Each and every standard have a different color codes. That color codes may confuse the patient or the nurses or doctors. If you are going to USA, if you are going to Europe, if you are a patient in India, or if you are a patient in the Middle East, in the Middle East itself there are different type of standards they are using. That I want to make it very clear. Most of the cylinders are color coded either in the British standard or a European standard. Therefore, definitely we have to go through the color codes, what is useful in that country. British standard color is white color is used for the oxygen, and nitrous oxide is using blue color. Then again black is used for the air. Then you got there is no cylinder, but there is a vacuum application. We are using a yellow color. But when you go to the American standard is a different color. Oxygen they are using the green color. Therefore, definitely we have to go through the colors, which I will explain that in the later stage. But today we are covering the oxygen itself. Oxygen is using for the patient whenever there is a life critical situation. Oxygen is giving for the respiratory application, like we are mentioned that in a SpO2 level, saturated oxygen level is reducing. We should give a patient for oxygen. Oxygen you can give through the cylinders. Also there is a PSA or VPSA unit, or when you say PSA means processing absorption unit. We can make a on-site production taking from the air, separation from the air. Also there is a liquid oxygen is available, that is a big vessel which is minus 193 degrees centigrade, which will vapor through the ambient temperature. Therefore it can be given directly, not directly, indirectly to the patient via through pipeline. Also you can have a compressed gas cylinder. That's what we are talking about. The different size of cylinders are available. Oxygen which is used for the JSI cylinder or a 240 CFT. Also there is a 24 CFTs there. Also there is a 12 CFTs there. Also there is a 48 CFTs there. Normally that is using for in the hospital or in the clinics or in the different healthcare facilities, they are using cylinders. But one thing we should understand that all these cylinders are the compressed air cylinders are using 2000 psi or 150 bar pressure is using.
we must know that whatever the pressure which you are having inside the cylinder, it cannot be given directly to the patient. When you are giving that directly to the patient, we have to reduce the pressure. That pressure is to be controlled by the regulators. That we can talk in the next session. Thank you very much for this opportunity, and we are extending our thanks and regards to everyone in the area or worldwide. Thank you very much. That brings us to the end of this episode with Aras Medical Devices exclusive. Until we meet next time, this is your host Ansi Herschel signing off. Take care. Bye-bye. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. Anantapuri Hotels and Restaurants, Muscat, Oman. A feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. നമസ്കാരം. സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് ഹെൽത്തി ലിവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയാണ്. ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് സീനിയർ പീഡിയാട്രിഷ്യനായ ഡോക്ടർ സനു ജോൺ. സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് ഹെൽത്തി ലിവിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ഡോക്ടർ സനു ജോൺ, സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, കാരിത്താസ് ഹോസ്പിറ്റൽ. കഴിഞ്ഞ 18 കൊല്ലമായി കാരിത്താസ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു. കോട്ടയം ജില്ലയിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളിലെ ശാരീരിക വളർച്ചയും ബുദ്ധി വളർച്ചയും പറ്റിയാണ്. ശാരീരിക വളർച്ചയെപ്പറ്റിയെല്ലാം നമുക്ക് എപ്പോഴും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ബുദ്ധി വികാസത്തെപ്പറ്റി അധികം ആരും ശ്രദ്ധിക്കത്തില്ല. ബുദ്ധി വികാസത്തിന് നമ്മൾ നോക്കുന്നതിനാണ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്. ഇന്ത്യയിലെ ഒരു സാധാരണ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ജനന വെയിറ്റ് 2.5 kg ആണ്. 37 ആഴ്ച കംപ്ലീറ്റ് ചെയ്തിരിക്കണം, 37 വീക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ളൊരു ബേബിയാണ് നമ്മൾ ടേം ബേബി എന്ന് പറയുന്നത്. പിന്നെ ആ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗ്രാജുവലി കൂടിയിരിക്കും. ആദ്യത്തെ ഓരോ മാസം 1 കിലോ വെച്ചെങ്കിലും കൂടും. അപ്പം 5 മാസമൊക്കെ ആകുമ്പം ഏകദേശം ജനിച്ച വെയിറ്റിൻ്റെ ഡബിളാവും. 1 വയസ്സാകുമ്പോൾ ജനിച്ച വെയിറ്റിൻ്റെ 3 ഇരട്ടിയാകും. അതുപോലെ ജനിച്ച വെയിറ്റ് ഹൈറ്റിൻ്റെ ഒരു 25 സെൻറ്റിമീറ്റർ കൂടെ 1 വയസ്സാകുമ്പോൾ കൂടും. ഇതൊക്കെയാണ് ശാരീരിക വളർച്ച. ഇത് നമ്മൾ കാണുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഏകദേശം അറിയാം. ഈ വെയിറ്റ് ഗെയിൻ വരുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ വാക്സിനേഷനൊക്കെ പോകുമ്പോൾ പീഡിയാട്രിഷ്യൻ കാണും. അന്നേരം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രീടേം ബേബീസ് ആണെങ്കിലും അവർക്കും അവരുടേതായ ഒരു വെയിറ്റ് പാറ്റേൺ ഉണ്ട്. ഇനി ബുദ്ധിവികാസം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ന്യൂറോളജിക്കൽ മെച്യൂരിറ്റി അസസ് ചെയ്യുന്ന ഫസ്റ്റ് സൈൻ. പ്രീടേം ബേബീസിനാണെങ്കിൽ നമ്മൾ അവരുടെ ഹിയറിങ്ങും വിഷനും എല്ലാ കുഞ്ഞുങ്ങളുടെയും ഹിയറിങ് ഇപ്പം നോക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വിത്തിൻ 48 hours തന്നെ എല്ലാവരുടെയും കേൾവി പരിശോധിക്കും. പിന്നെ ഇപ്പം NICU അഡ്മിറ്റഡ് ബേബീസാണ് ഹൈറിസ്ക് ബേബീസ്. ഹൈറിസ്ക് ബേബീസ് എന്ന് പറഞ്ഞാൽ മാസം തികയാത്ത കുഞ്ഞുങ്ങൾ, തീരെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ, ചിലപ്പോൾ ട്വിൻസ് ആയിരിക്കും, ബർത്ത് അസ്ഫിക്സിയ, ജനിച്ച ഉടനെ കരയാതെ ശ്വാസതടസ്സം ഉണ്ടായ കുഞ്ഞുങ്ങൾ. അങ്ങനെ നഴ്സറിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന NICUയിൽ അഡ്മിറ്റ് ചെയ്ത എല്ലാ ബേബീസിൻ്റെയും ഹിയറിങ്ങും വിഷനും കമ്പൽസറി ആയിട്ട് നോക്കിയിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് സോഷ്യൽ സ്മൈൽ എന്ന് പറയും. സോഷ്യൽ സ്മൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരി കണ്ട് കുഞ്ഞ് അത് കണ്ടിട്ട് തിരിച്ച് നമ്മളെ നോക്കി ചിരിക്കും. കുഞ്ഞ് വെറുതെ ഫാനിനെ ലൈറ്റിനെ നോക്കി ചിരിക്കുന്ന അല്ല സോഷ്യൽ സ്മൈൽ. നമ്മുടെ ചിരി കണ്ടിട്ട് തന്നെ തിരിച്ച് ചിരിക്കുന്നതാണ്. നമ്മളെ ആ ഒരാളുടെ ചിരി മനസ്സിലാക്കി തിരിച്ച് ചിരിക്കും. അതാണ് ആദ്യത്തെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ. അതിൻ്റെ പേരാണ് സോഷ്യൽ സ്മൈൽ. അത് സാധാരണ മാസം തികഞ്ഞ ഒരു കുഞ്ഞിന് 45 ദിവസം തൊട്ട് വരാം. 2 മാസത്തിനുള്ളിൽ സോഷ്യൽ സ്മൈൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ലെങ്കിൽ നമ്മൾ പീഡിയാട്രിഷ്യനെ കാണിച്ചിരിക്കണം. പല കാരണങ്ങൾ കൊണ്ട് സോഷ്യൽ സ്മൈൽ ഡിലേഡ് ആവാം. ബ്രെയിനിലെ ചില വളർച്ചയുടെ പ്രശ്നങ്ങളോ തൈറോയിഡിൻ്റെ പ്രശ്നം, ഇതെല്ലാം നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എന്തായാലും മോണിറ്റർ ചെയ്യണം. ഇതാണ് ആദ്യത്തെ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ സ്മൈൽ. രണ്ടാമത് പിന്നെ കുഞ്ഞ് ഐ മൂവ്മെൻറ്റ്സ് ഒക്കെ തുടങ്ങും, വിഷൻ നോക്കും, ലൈറ്റ് കണ്ടാൽ നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ കട്ടിലിൻ്റെ താഴെ കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യും. ഇതൊക്കെയാണ് വിഷൻ നോക്കുന്നത്. ഹിയറിങ്ങും നമ്മൾ ഏകദേശം അസസ് ചെയ്താലും ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഞെട്ടാൻ തുടങ്ങും. പിന്നെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങും, സൗണ്ട് വെച്ച് ചിരിക്കാൻ തുടങ്ങും. സോഷ്യലി കുറച്ചും കൂടെ ഇൻവോൾവ് ആകും കുഞ്ഞ്.
ഒരു 3.5-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഏകദേശം കമന്ന് വീഴും. കമന്ന് വീണ് തല പൊക്കി പിടിക്കും. തല പൊക്കി പിടിക്കുന്നതിനും കമന്ന് വീഴുന്നതിനും ഒക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. കഴുത്ത് ഉറച്ച് തുടങ്ങുന്നത് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ ചെറിയതായിട്ട് ഉറച്ച് വന്ന് 4 മാസമൊക്കെ ആകുമ്പം ഏകദേശം കംപ്ലീറ്റ് ആയും. എന്നാലും ചെറിയൊരു വോബ്ലിങ്, ഒരു കുലുക്കം പോലെ കാണും. 5 മാസം ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കും. 5 മാസം ആകുമ്പോൾ കുഞ്ഞ് കമന്ന് കൈ പൊങ്ങി നിൽക്കും. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഓരോ വീട്ടിൽ പഴയ വീടുകളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. കുഞ്ഞ് കമന്ന് വീണ് കൈ പൊക്കി ഇങ്ങനെ തലയും പൊക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ ചില വരാന്തകളിലൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നു. അത് ഏകദേശം ഒരു 5 മാസം ആകുമ്പോഴാണ്. പിന്നെ 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് കുറച്ചുകൂടെ കളിപ്പാട്ടമൊക്കെ കൊടുക്കുമ്പോൾ വാങ്ങിക്കും. മറ്റേ കയ്യിലോട്ട് മാറ്റത്തില്ല, അത് വാങ്ങിക്കും, നോക്കും, അത് എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ പതുക്കെ 6 മാസമൊക്കെ ആകുമ്പോൾ കമന്ന് വീണിട്ട് വലിയാൻ തുടങ്ങും. എല്ലാ കുഞ്ഞുങ്ങളും ഇതേ സ്റ്റേജിൽ തന്നെ പോകണമെന്നില്ല, എന്നാലും ഒരു നോർമൽ പാറ്റേൺ ആണ് ഇങ്ങനെ. അപ്പോൾ ഈ വലിയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കുഞ്ഞ് ഒരു കാല് മാത്രമാണ് വലിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു കൈക്കാനൊക്കെ കുറവുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഒബ്സർവ് ചെയ്യണം. ഒരു 9 മാസമൊക്കെ ആകുമ്പം കുഞ്ഞ് തന്നെ ഇരുന്ന് കളിക്കാൻ തുടങ്ങും. 8 മാസത്തിൽ നമ്മുടെ മടിയിൽ സപ്പോർട്ട് ചെയ്തിരിക്കും. 9 മാസം ആകുമ്പോൾ കുഞ്ഞ് തന്നെ ഇരുന്ന് കളിക്കാൻ തുടങ്ങും. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ 2 മാസം സോഷ്യൽ സ്മൈൽ വരും. 4 മാസം ആകുമ്പോൾ കമന്ന് വീഴുന്നു. 6 മാസം ആകുമ്പോഴത്തേക്ക് ഏകദേശം നല്ലതായിട്ട് കഴുത്തുറച്ച് വലിയാൻ തുടങ്ങും. 8 മാസം അല്ലെങ്കിൽ 9 മാസം ആകുമ്പോൾ കുഞ്ഞ് തന്നെ ഇരുന്ന് കളിക്കാൻ തുടങ്ങും. 10 മാസം ആകുമ്പോൾ പിടിച്ച് നിൽക്കും. ആ 10-ാം മാസത്തിൽ തന്നെ ചിലപ്പോൾ 2-3 വാക്കുകളും പറയാൻ തുടങ്ങും. ഒരു 11 മാസമൊക്കെ ആകുമ്പോൾ പിടിച്ച് പതുക്കെ ഓരോന്നിൽ പിടിച്ച് നടക്കും. ഏകദേശം 1 വയസ്സാകുമ്പോൾ കുഞ്ഞ് തന്നെ നടക്കും. ചില കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി പേടിയുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പം 1 വയസ്സ് കഴിഞ്ഞാലും ഇച്ചിരി കൂടെ താമസിച്ചേ നടക്കുകയുള്ളൂ. 1 വയസ്സാകുമ്പോൾ ഒരു 5-6 വാക്കുകൾ തന്നെ സംസാരിച്ച് തുടങ്ങും. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ഈ കൊറോണ വന്ന ശേഷം കുഞ്ഞുങ്ങൾ മനുഷ്യരെ കാണുന്നില്ല, മാസ്ക് ഇട്ടല്ലാതെ അവരെ കാണുന്നില്ല. അപ്പം കുറേയും കൂടെ പേടിയും ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റൽ ഡിലേ, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുഞ്ഞിനെ നമ്മൾ ഈ മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കരുത്, TV കാണിച്ച് ഭക്ഷണം കൊടുക്കരുത്. സംസാരിക്കാനൊരു സ്റ്റിമുലേഷൻ അവർക്ക് കിട്ടുന്നില്ല. എപ്പോഴും നമ്മുടെ ബ്രെയിൻ കുഞ്ഞിൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്താലേ ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ കാണിച്ചുള്ളൊരു അഡിക്ഷൻ, അതൊന്നും സ്ക്രീൻ ടൈമൊക്കെ മാക്സിമം നമ്മൾ കുറയ്ക്കണം. എന്നാലേ കുഞ്ഞിൻ്റെയും ഡെവലപ്മെൻറ്റ് ശരിക്കും നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഓട്ടിസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലാണ്. ഓട്ടിസം എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്? കുഞ്ഞ് നമ്മുടെ മുഖത്തല്ല നോക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ ഒരു കൺസൾട്ടേഷൻ ടേബിളിൽ വന്ന് ആദ്യം കാണുന്നത് അവിടുത്തെ ഓബ്ജക്ട്സ് ആണ്, സാധനങ്ങൾ. അതിൽ മാത്രമേ അതിന് ശ്രദ്ധയുള്ളൂ. മുഖത്ത് നോക്കുകയോ മറ്റുള്ളവരുമായിട്ട് ഇടപെടുകയോ ഒന്നും ചെയ്യത്തില്ല. സംസാരിക്കാൻ തുടങ്ങുന്ന കൊച്ചു പോലും ചിലപ്പോൾ റിഗ്രസ് ചെയ്യും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവരുടെ ബ്രെയിൻ ഒരു സ്റ്റിമുലേഷൻ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കുറേ ബിഹേവിയറൽ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിനെ പുറത്ത് കൊണ്ടേ കാഴ്ചകൾ കാണിക്കുക. ഒരു കാക്കയെ പോലും ഇപ്പോൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയത്തില്ല, പശുവിനെ കണ്ടാൽ അറിയത്തില്ല. ആ ഒരു ടെക്നോളജിക്കലി നമ്മളൊരു ഡെവലപ്ഡ് അല്ല അഡ്വാൻസ്ഡ് വേൾഡിലാണ് ഇപ്പം ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ മാറ്റി നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. പുസ്തകങ്ങൾ, അതാണ് ഏറ്റവും ആവശ്യം. ഈ സ്ക്രീൻ ടൈം മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരുടെ സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇതാണ് 1 വയസ്സ് വരെയുള്ള ഡെവലപ്മെൻറ്റ്. സ്മൈൽ ഡെൻ്റൽ ക്ലിനിക് മസ്കറ്റ് ഹെൽത്തി ലിവിങ്സിൻ്റെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് യൂട്യൂബിൽ ഏഷ്യാനെറ്റ്+ ഫോക്കസ് എന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഹെൽത്തി ലിവിങ്സിൻ്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് RJ ജോബി മസല. ഫോക്കസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. Our email ID is focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, it's me, Ansi Harshil, signing off. Stay safe, stay responsible. Focus. Presented by West London, Rakis Academic Zone, Alhambra, Russell Khema. And powered by Chembaka Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaka Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.